VSG's അക്കൗണ്ടിങ് സിംപ്ലിഫൈഡ് എന്ന് പറയുന്ന ചാനലിലേക്ക് സ്വാഗതം. 19ാമത്തെ സെഷനായ ഇന്ന് നമ്മുടെ ഡെയിലി ലൈഫിൽ സംഭവിച്ചേക്കാവുന്ന റിസ്ക് ആൻഡ് അൺസർട്ടൻറ്റിയെ കുറയ്ക്കുവാൻ കഴിയുന്ന ഇൻഷുറൻസിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള റിസ്ക്സ് ആൻഡ് അൺസർട്ടൻറ്റീസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. റിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നഷ്ടസാധ്യതയാണ്. അൺസർട്ടൻറ്റീസ് അതുപോലെ അനിശ്ചിതത്വം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, എപ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും അസുഖം കടന്നു വരിക എന്ന് അറിഞ്ഞുകൂടാ. അതുപോലെ ആക്സിഡൻറ്റ് പറ്റുകയോ ഡിസേബിലിറ്റി സംഭവിക്കുന്നത് എപ്പോഴെന്നോ, അതുപോലെ ജീവൻ തന്നെ നഷ്ടമാകുമെന്ന് അറിഞ്ഞുകൂടാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയെല്ലാം സാമ്പത്തിക നഷ്ടം സംഭവിക്കാം. അതുപോലെ തന്നെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നവർക്ക് മാനസിക വ്യഥകളുണ്ടാകാം. ഇതേപോലെ തന്നെ അപ്പോൾ ഈ പറയുന്നതെല്ലാം റിസ്കിൻ്റെ ഭാഗമാണല്ലോ. ആധുനിക ബിസിനസ്സിലും ഈ പറയുന്ന തരത്തിലുള്ള റിസ്ക്കും അൺസർട്ടൻറ്റീസും, അതായത് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് കത്തി നശിക്കുകയോ ഗുഡ്സ് ട്രാൻസിറ്റിൽ ഡാമേജ് സംഭവിക്കുകയോ അതുവഴി നഷ്ടമുണ്ടാവുകയോ ഒക്കെ ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും പ്രകൃതി ദുരന്തങ്ങളായ ഭൂകമ്പമോ വെള്ളപ്പൊക്കമോ കൊണ്ട് ഉണ്ടാകാം നഷ്ടം. ഈ നഷ്ടത്തെ മുന്നിൽ കാണുന്ന ഇടത്താണ് ഇൻഷുറൻസിൻ്റെ പ്രസക്തി. അപ്പോൾ ഇങ്ങനെ മനുഷ്യജീവനായാലും ശരി, ബിസിനസ്സിനായാലും ശരി, ഉണ്ടാകുന്ന നഷ്ടത്തെ ഒരു പരിധിവരെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഇൻഷുറൻസ് വഴിയാണ്. അപ്പോൾ ഇൻഷുറൻസിൻ്റെ ആവിർഭാവം, അല്ലെങ്കിൽ ഒരാൾക്കുണ്ടാകുന്ന നഷ്ടം ഒരുപാട് പേർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടിൽ നിന്ന് നികത്തുകയാണ് ഈ ഇൻഷുറൻസ്. ഈ ആശയമാണ് ഈ ഇൻഷുറൻസിൻ്റെ ഭാഗമായത്. അതായത് ഒരുപാട് പേർക്കായിട്ട് ഒരാൾക്കുണ്ടാകുന്ന നഷ്ടം വീതിച്ചു നൽകുന്നു. അതായത് ഒരാൾക്കുണ്ടാകുന്ന നഷ്ടം എല്ലാ പേരും കൂടി ഷെയർ ചെയ്യണം. ഈ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ്, അല്ലെങ്കിൽ ഈ ഒരു ആശയത്തിൽ നിന്നാണ് ഇൻഷുറൻസ് ഉടലെടുത്തതെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പോൾ ഒരു ഇൻഷുറൻസ് കമ്പനി ഒരു 20 പേരിൽ നിന്നായിട്ട് ഒരു 5000 രൂപ വച്ച് മേടിച്ചാൽ 1 ലക്ഷം രൂപ ഇൻഷുറൻസ് കമ്പനിയിൽ വരും. ഈ 20 പേരിൽ ഒരാൾക്ക് നഷ്ടം സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾക്ക് 1 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിക്കുമ്പോൾ, ആ ഒരാൾക്ക് ഈ പറയുന്ന 20 പേരിൽ നിന്ന് കളക്ട് ചെയ്ത എമൗണ്ട് വിനിയോഗിക്കുകയാണ് ഈ പറയുന്ന പോലെ ഇൻഷുറൻസ് കമ്പനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവർക്കും നഷ്ടം സംഭവിക്കും എന്ന് വിചാരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഒരിക്കലും ഇൻഷുറൻസ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് പോകാൻ പറ്റില്ല. ഒരാൾക്ക് അല്ലെങ്കിൽ 2 പേർക്ക് 50,000 രൂപ വെച്ചുള്ള നഷ്ടം നികത്താൻ ഈ പറയുന്ന 1 ലക്ഷം രൂപ വിനിയോഗിക്കാം. അല്ലെങ്കിൽ ഒരാൾക്കുണ്ടാകുന്ന 1 ലക്ഷം രൂപ നികത്താം. അപ്പോൾ ഇതാണ് ഇൻഷുറൻസിൻ്റെ പ്രാഥമിക തത്വം. ഇനി എന്താണ് ഇൻഷുറൻസ് എന്ന് നോക്കിയാൽ, ഇൻഷുറൻസ് ഈസ് എ ഫോം ഓഫ് കോൺട്രാക്ട് ഓർ എഗ്രിമെൻറ്റ് under which one party agrees in return for a consideration to pay a stipulated sum to another party to make good a loss, damage or injury to something of value in which the insured has a pecuniary interest because of some uncertain event. ഇതാണ് ഇൻഷുറൻസ്. അൺസേർട്ടൺ ആയിട്ടുള്ള, അനിശ്ചിതത്വമായിട്ടുള്ള എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അതൊന്നുകിൽ ഡാമേജ് ആവാം, എന്തെങ്കിലും ലോസ് ആവാം, അല്ലെങ്കിൽ ഇഞ്ചുറി ആവാം. അതിനെ പരിഹരിക്കും എന്ന് ഒരു കൺസിഡറേഷൻ സ്വീകരിച്ചുകൊണ്ട് ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടാൽ, അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാൽ, അതാണ് ഇൻഷുറൻസ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു എഗ്രിമെൻ്റ് അല്ലെങ്കിൽ കോൺട്രാക്റ്റാണ്. ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഒരു എഗ്രിമെൻ്റ് ആവണമെങ്കിൽ എഗ്രിമെൻ്റാണ് കോൺട്രാക്റ്റായി മാറുക.
ഇവിടെ രണ്ട് പാർട്ടീസ് ഉണ്ടാവും. ഒരു എഗ്രിമെൻറ്റിന് രണ്ട് പാർട്ടീസ് ഉറപ്പായും ഉണ്ടാവും. ഇവിടെ രണ്ട് പാർട്ടീസ്, ഒരു പാർട്ടി ഒരു എഗ്രിമെൻ്റ് നൽകുന്ന പാർട്ടിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ സംഭവിക്കുന്ന ആ നഷ്ടം ഒരു പരിധി വരെ നികത്തിക്കൊള്ളാം. ആ ഉറപ്പ് നൽകുന്ന കമ്പനിയെ നമുക്ക് ഇൻഷുറർ എന്ന് വിളിക്കാം. അപ്പോൾ ഇൻഷുററും ഇൻഷുവേർഡുമാണ് രണ്ട് പാർട്ടികൾ. അത് ഇൻഷുറർ എപ്പോഴും ഒരു സ്ഥാപനമായിരിക്കും. ആർക്കാണോ അയാളുടെ ജീവനോ സ്വത്തുവകകൾക്കോ റിസ്കിനെതിരായിട്ട് പ്രൊട്ടക്ഷൻ കിട്ടുന്നത് അയാളാണ് ഇൻഷുവേർഡ്. അപ്പോൾ കൊടുക്കുന്ന ആൾ ഇൻഷുററും കിട്ടുന്ന ആൾ ഇൻഷുവേർഡും. അപ്പോൾ ഇതിനൊരു കൺസിഡറേഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ കൺസിഡറേഷന് പറയുന്ന പേരാണ് പ്രീമിയം. പ്രീമിയം കൊടുത്തുകൊണ്ടാണ് ഇൻഷുറൻസ് എടുക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 5000 രൂപ വെച്ച് കളക്ട് ചെയ്യുന്നത് പ്രീമിയമായിട്ട് കണക്കാക്കാം. അതുപോലെ തന്നെ ഇൻഷുറൻസിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അടങ്ങുന്ന അല്ലെങ്കിൽ സ്ഥാപനം ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്. ആ ഡോക്യുമെൻറ്റിനെ വിളിക്കുന്ന പേര് പോളിസി എന്നാണ്. അപ്പോൾ പോളിസി എന്ന് പറഞ്ഞാൽ ഇൻഷുവേർഡും ഇൻഷുററും തമ്മിൽ ഏർപ്പെടുന്ന കോൺട്രാക്റ്റിൻ്റെ ഒരു പ്രൂഫാണെന്ന് പറയാം. എന്തിനെയാണോ ഇൻഷുർ ചെയ്യുന്നത് അതാണ് ഇൻഷുറൻസിൻ്റെ സബ്ജക്റ്റ് മാറ്റർ. അപ്പോൾ ഇവിടെ ഈ ഇൻഷുറൻസ് വഴി കിട്ടുന്ന തുക ഇൻഡിവിജ്വൽ ആയാലും ശരി, ബിസിനസ് ആയാലും ശരി, ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ലോസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കാൻ കഴിയുക. അതുകൊണ്ടാണ് ഇത് ഇൻഷുറൻസ് ആയത്. വളരെ വലിയ രീതിയിൽ സംഭവിക്കാവുന്ന ഒരു റിസ്കിനെ ഒരു ചെറിയ പ്രീമിയം എമൗണ്ട് കൊടുത്തുകൊണ്ട് സംരക്ഷിക്കാം എന്നതാണ് ഇവിടെ വാസ്തവത്തിൽ സംഭവിക്കുന്നത്. ഇങ്ങനെ അനേകം പോളിസി ഹോൾഡേഴ്സിൽ നിന്ന് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ പ്രീമിയം വഴി സ്വീകരിക്കുന്ന എമൗണ്ട് ഒരാൾക്കോ ഉണ്ടാകുന്ന നഷ്ടം, ഒരാൾക്കുണ്ടാകുന്ന നഷ്ടമോ അല്ലെങ്കിൽ അയാൾക്കുണ്ടാകുന്ന ലോസോ പരിഹരിക്കാൻ ഉപയോഗിക്കും എന്നുള്ളതാണ് ഈ ഇൻഷുറൻസ് വഴി സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ റിസ്ക് ഷെയറിംഗ് സംഭവിക്കുന്നു എന്ന് പറയാം. ഇൻഷുറൻസ് വഴി റിസ്ക് ഷെയറിംഗ് ആണ് സംഭവിക്കുക. ഇനി ഏതൊരു കോൺസെപ്റ്റിനെയും പോലെ ഈ ഇൻഷുറൻസ് പറയുന്ന കോൺസെപ്റ്റിനും ചില പ്രിൻസിപ്പിൾസിൽ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ തത്വങ്ങളിൽ അധിഷ്ഠിതമാണ്. അതിൽ ആദ്യത്തെ തത്വം അബരമെ ഫിഡെ, അതായത് UBERRIMAEFIDEI. ഇതൊരു ലാറ്റിൻ വേർഡാണ്. അതായത് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇതിൻ്റെ മീനിങ്. ഇവിടെ ഇൻഷുറൻസ് രണ്ടുപേർ തമ്മിലുള്ളൊരു കോൺട്രാക്റ്റാണ്, എഗ്രിമെൻ്റാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പാർട്ടീസും വളരെ സത്യസന്ധമായി പ്രവർത്തിക്കണം, അല്ലെങ്കിൽ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണം എന്നാണ് ഈ തത്വത്തിൽ പറയുന്നത്. ഇത് പ്രധാനമായിട്ടും ഇൻഷുവേർഡിന് അല്ലെങ്കിൽ ഇൻഷുറൻസ് കിട്ടുന്ന ആളിനാണ് ബാധകം. അതായത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമുക്കറിയാവുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഇൻഷുറൻസ് കമ്പനി ചോദിക്കും. അറിയാവുന്ന എല്ലാ ക്വസ്റ്റ്യനും ശരിയായ സത്യസന്ധമായ ഉത്തരം നൽകണം. അപ്പോൾ അങ്ങനെ നമ്മൾ നൽകുന്ന വിവരത്തിൻ്റെ ബേസിലാണ് ഇൻഷുറൻസ് കമ്പനി പ്രീമിയം നിശ്ചയിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഫയർ ഇൻഷുറൻസ് എടുക്കുന്നത് നമ്മുടെ ഏതെങ്കിലും ഗോഡൗണ് കത്തി നശിച്ചാൽ അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫയർ ഇൻഷുറൻസ് എടുക്കുന്നത്. അപ്പോൾ ഈ ഗോഡൗൺ സ്ഥിതി ചെയ്യുന്നത് ഏതെങ്കിലും ഗ്യാസ് പ്ലാന്റിൻ്റെ സമീപത്താണെങ്കിൽ ആ വിവരം ഇൻഷുറൻസ് എടുക്കുമ്പോഴേ
നമ്മൾ രേഖപ്പെടുത്തണം. അത് മറച്ച് വച്ചിട്ടാണ് ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ ആ ഗ്യാസ് പ്ലാന്റിൻ്റെ എക്സ്പ്ലോഷൻ വഴി ആണ് നമുക്ക് ഈ പറഞ്ഞ പോലെ നഷ്ടം സംഭവിക്കുന്നതെങ്കിൽ ആ നഷ്ടം ഡിനൈ ചെയ്യാൻ ഇൻഷുറൻസ് കമ്പനി ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് സത്യസന്ധമായിട്ട് തന്നെ കാര്യങ്ങൾ ബോധിപ്പിക്കണം. ഇത് പ്രോപ്പർട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ ലൈഫ് ഇൻഷുറൻസിലാണെങ്കിൽ ലൈഫ് ഇൻഷുറൻസിന് ഒരു അഡീഷണൽ ബെനിഫിറ്റ് ഉണ്ട്. അത് ഡബിൾ ആക്സിഡൻറ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്ന ഒരു ബെനിഫിറ്റാണ്. ഈ ഡബിൾ ആക്സിഡൻറ്റ് വഴി അല്ലെങ്കിൽ ആക്സിഡൻറ്റ് വഴി എന്തെങ്കിലും ഡിസബിലിറ്റി സംഭവിക്കുകയാണെങ്കിൽ ഇൻഷുർ ചെയ്ത തുകയുടെ ഡബിൾ കിട്ടും. ഇതാണ് ഡബിൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത്, ഡബിൾ ആക്സിഡൻറ്റ് ഇൻഷുറൻസ്. അപ്പോൾ ഇപ്പോൾ ഈ എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ള ആളാണെങ്കിൽ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് തന്നെ ആ ഡിസബിലിറ്റി നമ്മൾ പ്രകടമാക്കണം അല്ലെങ്കിൽ അറിയിക്കണം. അപ്പോൾ പ്രീമിയത്തിലെ വ്യത്യാസം വരും. ചിലപ്പോൾ ആ ഡിസബിലിറ്റി അല്ലെങ്കിൽ ആ ഡബിൾ ആക്സിഡൻറ്റ് ബെനിഫിറ്റ് എന്നുള്ള ബെനിഫിറ്റ് കിട്ടില്ല, അല്ലെങ്കിൽ കമ്പനി പ്രൊവൈഡ് ചെയ്യില്ല. അപ്പോൾ അത് ആദ്യമേ പറയാതെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ സംഭവിച്ചിട്ട് പിന്നെ അത് ഇൻഷുറൻസ് കമ്പനി മനസ്സിലാക്കുകയാണെങ്കിൽ ആ ക്ലെയിം നിരസിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കഴിയുന്ന വിവരങ്ങളെല്ലാം വളരെ സത്യസന്ധമായി തന്നെ നൽകണം എന്ന് പറയുന്നതാണ് ബെർമേ ഫിഡെ അല്ലെങ്കിൽ അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്തിൻ്റെ പ്രത്യേകത. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ആണ്. ഇതിൻ്റെ അർത്ഥം മോണിറ്ററി ഇൻട്രസ്റ്റ് എന്ന് തന്നെയാണ്, പൈസയോടുള്ള താല്പര്യം. ഒരാൾക്ക് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടാകണമെങ്കിൽ ഈ ഇൻഷുറൻസ് വഴിയുള്ള ബെനിഫിറ്റിൽ അയാൾക്ക് വിശ്വാസം ഉണ്ടാവണം. അതിൻ്റെ അഭാവത്തിൽ അയാൾക്ക് നഷ്ടവും സംഭവിക്കണം. എങ്കിൽ മാത്രമാണ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉടലെടുക്കുകയുള്ളൂ. ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പറയുകയാണെങ്കിൽ അവർക്ക് തമ്മിൽ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടാകാം. അതുപോലെ തന്നെ ഒരു ക്രെഡിറ്റർക്ക് ഡെറ്ററിന്മേൽ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടാകാം. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ പൈസ കടം കൊടുത്ത ആളാണ്. അപ്പോൾ അയാൾക്ക് കടം വാങ്ങിച്ച ആളിന്മേൽ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എത്ര തുകയാണോ, എത്ര കാലാവധിയുണ്ടോ അതുവരെ ഉണ്ടാകാം. അതുപോലെ ഒരു എംപ്ലോയർക്ക് എംപ്ലോയിന്മേൽ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടാകാം. അതുപോലെ തന്നെ ഒരാൾക്ക് അയാളുടെ സ്വന്തം വീടിനോടും ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടാകാം. ആ ഇൻഷുറബിൾ ഇൻട്രസ്റ്റാണ് ഇൻഷുറൻസിലേക്ക് നയിക്കുന്നത്. താല്പര്യം, ഇൻഷുറൻസിനോടുള്ള താല്പര്യം. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ഇൻഡമിനിറ്റിയാണ്. ഈ പ്രിൻസിപ്പിൾ സാധാരണ ഫയർ ഇൻഷുറൻസിനാണ്, അല്ലെങ്കിൽ ലൈഫ് ആൻഡ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് ഒഴിച്ചുള്ളതിനാണ് ബാധകം. ഈ ഇൻഡമിനിറ്റി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മേക്ക് ഗുഡ് ദ ലോസ് എന്നാണ്. ഒരിക്കലും ഇൻഷുറൻസ് വഴി ഒരാൾക്ക് ലാഭമുണ്ടാക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണിത്. നഷ്ടം ഉണ്ടായത് കണക്കാക്കി അത് മേക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ തത്വത്തിൻ്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഒരാളുടെ ജീവനെ നമുക്കൊരിക്കലും വിലയിരുത്താൻ പറ്റൂല. അതുകൊണ്ടാണ് ലൈഫ് ഇൻഷുറൻസിന് ഇത് ബാധകമല്ല എന്ന് പറയാൻ കാരണം. അപ്പോൾ അതിന് ഇൻഡമിനിറ്റി ടു മേക്ക് ഗുഡ് ദ ലോസ്. നാലാമത്തത് സബ്രഗേഷൻ എന്ന് പറയുന്നത് ഇൻഡമിനിറ്റിയുടെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഈ പ്രിൻസിപ്പിൾ. അതായത് ഇത് ഇൻഡമിനിറ്റിയുടെ ഒരു തുടർച്ചയായി ഇൻഷുവേർഡിന് നഷ്ടപ്പെട്ടതിൽ കൂടുതൽ ഒരു പൈസ പോലും ഇൻഷുറൻസ് കമ്പനി കൊടുക്കില്ല എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പിളാണ് സബ്രഗേഷൻ. അഞ്ചാമത്തത് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ്. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ എല്ലാ ഇൻഷുറൻസ് കമ്പനീസും ആക്ച്വൽ എമൗണ്ട് ഓഫ് ലോസ് മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. അതായത് ഒരാൾ ഒന്നിൽ കൂടുതൽ കമ്പനികളിൽ നിന്ന് ഒരേ ഇൻട്രസ്റ്റ് ഇൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ ലോസ് എത്രയാണോ അത് മാത്രമേ ഈ എല്ലാ കമ്പനികളിൽ നിന്നും കിട്ടുകയുള്ളൂ എന്നർത്ഥം. ഇപ്പോൾ ഈ ഹെൽത്ത് ഇൻഷുറൻസിലൊക്കെ നമുക്കറിയാം, നമ്മൾ 2-3 കമ്പനികളിൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലായിട്ട് ഡിസീസ് വന്ന്
അത് ക്യൂർ ചെയ്യാൻ ചിലവായ തുക മാത്രമേ ഈ എത്ര കമ്പനികളിൽ നിന്നായാലും അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ 50,000 രൂപയുടെ ട്രീറ്റ്മെൻറ്റിന് ചിലവായെങ്കിൽ 2 കമ്പനികളിൽ 1,00,000 രൂപ വീതം എടുത്തിട്ടുണ്ടെങ്കിൽ, ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ, ആ 2 കമ്പനിയും 25,000 രൂപ വീതം ഉണ്ടായ ലോസ് അല്ലെങ്കിൽ ഉണ്ടായ ട്രീറ്റ്മെൻറ്റിന് ചിലവായ പൈസ 50,000 രണ്ടുപേരും കൂടെ 25,000 വീതം കോൺട്രിബ്യൂട്ട് ചെയ്യും. അല്ലാതെ 1,00,000 എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ട് രണ്ടുപേരും 50,000 രൂപ കൊടുക്കൂല. ഉണ്ടായ നഷ്ടം അല്ലെങ്കിൽ ഉണ്ടായ ചിലവ് എത്രയാണോ അത് മാത്രമേ വഹിക്കുകയുള്ളൂ. ഇതാണ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ ആക്ച്വൽ ലോസ് മേക്കപ്പ് ചെയ്യും. അത് എത്ര ഇൻഷുറൻസ് കമ്പനി ഉണ്ടെങ്കിലും അവരത് കോൺട്രിബ്യൂട്ട് ചെയ്താണ് മേക്കപ്പ് ചെയ്യുന്നത് അർത്ഥം. പിന്നെ അടുത്തത് 6ാമത്തത് മിറ്റിഗേഷൻ ഓഫ് ലോസ്. MITIGATION മിറ്റിഗേഷൻ ഓഫ് ലോസ്. ഇത് ഇഫക്റ്റീവ് ആവുന്നത് ഫയർ ഇൻഷുറൻസിലാണ്. ഉദാഹരണമായിട്ട് ഒരാൾ അയാളുടെ ഗോഡൗൺ ഫയറിനെതിരായിട്ട് ഇൻഷുർ ചെയ്തു, അതായത് ഫയർ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ആ ഗോഡൗൺ തീപിടുത്തം സംഭവിച്ചു എന്ന് തന്നെ വിചാരിക്കാം. അപ്പോൾ ആ തീ കെടുത്തുവാൻ ആവശ്യമായ നടപടികൾ അയാൾ ഉടനെ സ്വീകരിക്കണം. എന്ന് പറഞ്ഞാൽ തീ പടരാതിരിക്കാൻ ശ്രമിക്കണം. അതുപോലെ അയാൾക്ക് അതിന് കഴിയുന്നില്ല എങ്കിൽ ഉടനെ തന്നെ ഫയർഫോഴ്സിനെ അറിയിക്കുക. അവരുടെ സേവനം അയാൾ ഉപയോഗപ്പെടുത്തണം. അല്ലാതെ ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, ആ ഗോഡൗൺ അത്രയും കത്തി നശിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാതെ ഇരിക്കാൻ കഴിയില്ല. അങ്ങനെ ഒന്നും ചെയ്യാതെ ഉണ്ടാകുന്ന നഷ്ടം ഒരു കാരണവശാലും ഇൻഷുറൻസ് കമ്പനി പരിഹരിക്കില്ല. ചെയ്യാൻ കഴിയുന്ന മാക്സിമം നമ്മൾ ചെയ്യണം ആ നഷ്ടം ഒഴിവാക്കാൻ. അപ്പോൾ ഇൻഷുറൻസ് ഉണ്ടെന്ന് കരുതിയിട്ട് വെറുതെ ഇരിക്കാൻ ഒരാളെയും അനുവദിക്കുന്നില്ല. അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ അസുഖം വന്നാൽ അത് ട്രീറ്റ് ചെയ്യണം. അസുഖം ട്രീറ്റ് ചെയ്ത് കഴിയാതെ ആ വരുന്ന റിസ്ക്, അപകടം ആണ് ഒഴിവാക്കാൻ ഇൻഷുറൻസ് എടുത്തേക്കുന്നത്. അല്ലാതെ ഡിസീസ് വന്നോട്ടെ, ആളിന് എന്തെങ്കിലും സംഭവിച്ചോട്ടെ എന്ന് വിചാരിക്കാൻ പാടില്ല എന്നർത്ഥം. അടുത്തത് അവസാനത്താണ് കോസ പ്രോക്സിമ, CAUSA PROXIMA എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ. ഇൻഷുർ ചെയ്തിരിക്കുന്നതിന് എന്ത് ലോസ് അല്ലെങ്കിൽ എന്ത് ഡാമേജാണോ അത് പരിഹരിക്കാൻ വഴിവച്ച കാരണം പരിശോധിക്കലാണ് ഈ പ്രിൻസിപ്പിൾ ചെയ്യുന്നത്. കാരണം പരിശോധിക്കൽ. ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് നഷ്ടം സംഭവിച്ചാൽ അതിന് ഏറ്റവും അടുത്ത കാരണം നോക്കിയിട്ട് ഇൻഷുറൻസ് കമ്പനി പരിഹാരം കാണുന്നതാണ് ഈ പ്രിൻസിപ്പിൾ. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു കാർഗോ, ഷിപ്പിലുള്ള കാർഗോ അല്ലെങ്കിൽ ഷിപ്പ് വഴി വരുന്ന കാർഗോയാണ് ഇൻഷുർ ചെയ്തത്. ഇൻഷുർ ചെയ്ത കാരണം എന്ന് പറയുന്നത് കൊയിലേഷൻ ബിറ്റ്വീൻ ഷിപ്സ് ആണെങ്കിൽ, ഷിപ്പുകൾ തമ്മിലുള്ള ഈ തമ്മിലിടി കാരണം ഗുഡ്സിനുണ്ടാകുന്ന ഡാമേജിനാണ്, ആ റിസ്ക് ഒഴിവാക്കാനാണ് അല്ലെങ്കിൽ ആ റിസ്കിനാണ് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സാമ്പത്തികം ലോസ്, നഷ്ടം നികത്താനാണ് ഇൻഷുർ ചെയ്തതെങ്കിൽ, കൊയിലേഷൻ സംഭവിക്കുകയും ചെയ്താൽ അപ്പോൾ അത് ഷിപ്പിന് ഡാമേജ് ഉണ്ടാവും. ആ ഷിപ്പിൻ്റെ ഡാമേജ് പരിഹരിച്ച് പിന്നെ ഈ പറയുന്ന ഡെസ്റ്റിനേഷനിൽ തിരിച്ചെത്തി ആ ഡാമേജ് പരിശോധിക്കുമ്പോൾ കൊയിലേഷൻ വഴിയല്ല ആ ഗുഡ്സിൻ്റെ ഡാമേജ് സംഭവിച്ചത്, ഈ ഷിപ്പിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഷിപ്പിനുണ്ടായ ഡാമേജ് പരിഹരിക്കാനെടുത്ത സമയമാണ് ഗുഡ്സിൻ്റെ ഡാമേജിന് കാരണമായതെങ്കിൽ ഇൻഷുറൻസ് കമ്പനി അത് ഡിനൈ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം
ഏറ്റവും അടുത്ത കാരണം എന്ന് പറയുന്നത് പ്രോക്സിമേറ്റ് കോസ് എന്ന് പറയുന്നത് ഡിലേ ആണ്, അല്ലാതെ കൊലേഷൻ അല്ല എന്നുള്ള നിഗമനത്തിൽ കമ്പനി എത്തിച്ചേരും. അപ്പോൾ അതാണ് അടുത്ത കാരണം, കോസ പ്രോക്സിമ. അപ്പോൾ ഇങ്ങനെ ഇൻഷുറൻസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് വിവരിക്കാനാണ് ഈ വീഡിയോ ഉദ്ദേശിച്ചത്. ഇത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇവിടെ തീരുന്നില്ല, ഒരു വലിയ ബ്രോഡായിട്ടുള്ളൊരു വിഷയമാണ്. ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതായത് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് വരുന്ന വീഡിയോകളിൽ ഉണ്ടാകും. ഇപ്പോൾ ഒരിക്കൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്തവർക്കുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.